നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ രൂരു എന്ന കഹാനിയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ചോദ്യം വായിച്ച് അതിൻ്റെ ഉത്തരം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പെഹ്ചാനേം ക്രം മേ ലിഖേം, തിരിച്ചറിയുക, ക്രമത്തിൽ എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രൂരു എന്നുള്ള കഹാനിയിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് ക്രമം തെറ്റിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ കഥയുടെ തുടക്കവും അതിൽ നടന്ന ഓരോ ഇൻസിഡൻസും ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ക്രമത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം, എന്നിട്ട് ഇത് ക്രമത്തിൽ എഴുതാം. രൂരു കാ കോയി ദോസ്ത് നഹീ ഥാ. ദോസ്ത് എന്ന് പറഞ്ഞാല് ഫ്രണ്ട്, സുഹൃത്ത്. രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു, രൂരുവിന് ഒരു സുഹൃത്തും ഇല്ലായിരുന്നു എന്നാണ് ഫസ്റ്റ് പോയിന്റ്. രൂരു ചിടിയാക്കി പീച്ചെ ചെൽപ്പട. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്. രൂരു പക്ഷിയെ പിന്തുടർന്നു പോയി. മൂന്നാമത്തെ പോയിന്റ്, അമ്മീനെ ചിടിയാക്കി ബച്ചേക്കോ ജേബ് മേം രഖ് ലിയ. അമ്മയായ കങ്കാരു പക്ഷിയുടെ കുഞ്ഞിനെ സഞ്ചിയിൽ വെച്ചു, പൗച്ചിൽ വെച്ചു. രൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല. രൂരു എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെ? അമ്മയുടെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. പക്ഷി രൂരുവിനെ പാട്ട് പാടാൻ പഠിപ്പിച്ചു എന്ന് നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേ ഥേ. ബച്ചേ എന്ന് പറഞ്ഞാല് കുട്ടികളാണ്. ജമീൻ പർ എന്ന് പറഞ്ഞാല് നിലത്ത്. ബേഹാൽ പടേത്തെ എന്ന് പറഞ്ഞാല് അവശരായിട്ട് കിടക്കുക, അതായത് മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നതിനാണ്. കുട്ടികൾ നിലത്ത് അവശരായി കിടക്കുകയായിരുന്നു. അടുത്ത അവസാനത്തെ പോയിന്റ്, രൂരുവേക്ക് കങ്കാരു കാ ബച്ചാ ഥാ. രൂരു ഒരു കങ്കാരുവിന്റെ കുഞ്ഞായിരുന്നു. നിങ്ങൾ രൂരു എന്നുള്ള കഹാനി എങ്ങനെയാണ് തുടങ്ങിയതെന്നും അതിലുള്ള ഓരോ ഇൻസിഡൻസും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ ഓർഡർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കിനി ഇതിന്റെ ഉത്തരം എഴുതി കൊടുക്കാം. ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ രൂരു എന്ന കഹാനി തുടങ്ങുന്നത് തന്നെ രൂരുവേക്ക് കങ്കാരു കാ ബച്ചാ ഥാ എന്ന് പറഞ്ഞിട്ടാണ്. രൂരു ഒരു കങ്കാരുവിന്റെ കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. രൂരു കാ കോയി ദോസ്ത് നഹീ ഥാ. രൂരുവിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ രൂരു തന്റെ അമ്മയോട് ഒരുപാട് സങ്കടത്തില് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ ആ പോയിന്റ് രണ്ടാമതായിട്ട് വരും. പിന്നെ രൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല. രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന്, പൗച്ചിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്ന് പരാതി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, സമയായി, ഇനി നീ പുറത്തേക്ക് ഇറങ്ങി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ രൂരു എന്ത് ചെയ്തു? പേടിച്ച് മടിയോടെ അമ്മയുടെ സപ്പോർട്ടോട് കൂടി തല പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത പോയിന്റ് വരുന്നത്, രൂരു ചിടിയാക്കി പീച്ചെ ചെൽപ്പട. രൂരു എന്ത് ചെയ്തു? പക്ഷിയുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷി ഒരു ആപത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ ആ പക്ഷിയുടെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. എന്താണത്? രൂരു ചിടിയാക്കി പീച്ചെ ചെൽപ്പട. അപ്പൊ അടുത്തതായിട്ട് വരുന്ന പോയിന്റ്, ബച്ചേ ജമീൻ പർ ബേഹാൽ പടേ ഥേ. അപ്പൊ രൂരു ഈ പക്ഷിയുടെ പിന്നാലെ പോയിട്ട് എന്താ കണ്ടത്? ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങള് നിലത്ത് മോശപ്പെട്ട അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്നതായിരുന്നു. അതാണ് ഈ വരിയിൽ വരുന്നത്. അപ്പൊ അടുത്തതായിട്ട്, അമ്മീനെ ചിടിയേക്ക് ബച്ചേക്കോ ജേബ് മേം രഖ് ലിയ. അമ്മ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? സഞ്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ പോയിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവസാനമായിട്ട് വരുന്നത്, ചിടിയാനെ രൂരുക്കോ ഗാന സിഖാദിയ. പക്ഷി രൂരുവിന് പാട്ട് പാടാൻ പഠിപ്പിച്ചു എന്ന് നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് അവസാനമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മുടെ കഥയിലുള്ള വേറെയുള്ള ഇൻസിഡൻസും ഓർത്ത് വെക്കുക. കാരണം നമുക്ക് വേറെ വേറെ പോയിന്റ്സ് തന്നിട്ടും ചോദ്യം വരാവുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് ചോദ്യം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഉത്തരങ്ങൾ ശരിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.